നമസ്തേ. അധ്യാത്മരാമായണം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഒരു സന്ദർഭത്തിലെത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ചില വരികൾ കാണാൻ സാധിക്കും. അത് ശ്രീരാമചന്ദ്രനും പത്നിയും ലക്ഷ്മണനും ആ ഗംഗാ നദി കടന്ന് അക്കരെത്തിയതിന് ശേഷം അന്ന് അവർ താമസിക്കാൻ ഉദ്ദേശിച്ചത് ഭരദ്വാജാശ്രമമായിരുന്നു. ഇനി ആശ്രമത്തിൽ മാത്രമേ ശ്രീരാമചന്ദ്രനും സംഘത്തിന് താമസിക്കാൻ പാടുള്ളൂ. അതാണ് നിയമം. അല്ലാതെ അവിടെയുള്ള രാജാക്കന്മാരുടെ രാജധാനിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പോൾ ആ നിലയിൽ ഭരദ്വാജാശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പായി രാമായണത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഈ ഒരു വരി പ്രത്യേകം ജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വ സുഖേന വസിച്ചു എന്നൊരു വരി കാണാം. ആ വരി വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സംശയം എന്താ വെച്ചാൽ ശ്രീരാമചന്ദ്രൻ മാംസാഹാരിയായിരുന്നോ എന്നൊരു സംശയം ഉണ്ടാവും. പലരും അധ്യാത്മരാമായണം സപ്താഹമൊക്കെ നടത്തുമ്പോൾ ഈ ചോദ്യം ആചാര്യനോട് ചോദിക്കുന്ന ഇതാണ്. അപ്പോൾ മാംസാഹാരിയാണല്ലേ ശ്രീരാമൻ എന്ന് ഉറപ്പിക്കാനുള്ള ഒരു സംശയം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നർത്ഥം. നമുക്കും അത് ആ വരികൾ വായിക്കുമ്പോൾ നമുക്കും അത് ബോധ്യപ്പെടുന്നതാണ്. പക്ഷേ അത് സാധിക്കുമോ ശ്രീരാമചന്ദ്രന് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിച്ച് നോക്കണം. കാരണം കൈകേയി ശ്രീരാമചന്ദ്രന് നൽകിയ കൈകേയി നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് വനവാസ ജീവിതം നയിക്കണം, താപസൻ്റെ ജീവിതമായിരിക്കണം നയിക്കേണ്ടത്. താപസന്മാരെന്താണ് ഭക്ഷിക്കുക? ഫലമൂലാദികളാണ്, പഴവും കിഴങ്ങുകളുമാണ്. അത് മാത്രമേ നീ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്ന് കർശനമായ ഒരു നിർദ്ദേശം കൂടി കൈകേയി നൽകുന്നുണ്ട്. ആ വനവാസിക്ക്, അതായത് താപസന് യോജിച്ച രീതിയിൽ തന്നെ ആയിരിക്കണം ജീവിക്കേണ്ടത്. അതിലൊന്നും യാതൊരു വ്യത്യാസം വരാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് കൂടി മനസ്സിലാക്കിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വനവാസം തുടങ്ങിക്കഴിഞ്ഞു. ആ ഗംഗാനദിയുടെ ആ തീരത്ത് വെച്ച് ആ പ്രത്യേകമായ തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടി, മരത്തിൻ്റെ ഒരു പാല് ഉപയോഗിച്ചിട്ടാണ് തലമുടി കെട്ടിയത് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരു താപസരൂപമായി ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ, ലക്ഷ്മണൻ അതേപോലെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഭഗവാൻ ഒരു മൃഗത്തെ കൊല ചെയ്ത് അതിൻ്റെ മാംസത്തെ എടുത്ത് അതിനെ അടുപ്പ് കൂട്ടി തീ കത്തിച്ച് വേവിച്ച് എങ്ങനെ കഴിക്കാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പുസ്തകത്തിൽ ഒന്ന് കണ്ടു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടോ എന്നും കൂടി നമ്മൾ അന്വേഷിക്കണം. ഒരിക്കലും സാധ്യമല്ല. പിന്നെ അത് മാത്രമല്ല, ലക്ഷ്മണനും എങ്ങനെ ആഹാരം കഴിക്കും? നിരാഹാര വ്രതത്തോടുകൂടി ഉറങ്ങാതെ 14 വർഷം വനത്തിൽ താമസിച്ച ഒരാൾക്ക് മാത്രമേ രാവണൻ്റെ മകനായ ഇന്ദ്രജിത്തിനെ വധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ 14 വർഷവും പൂർണ്ണമായും നിരാഹാരിയായിട്ട് തന്നെ ഇരിക്കണം. ശ്രീരാമചന്ദ്രൻ 14 കൊല്ലവും താപസന്മാർ ഭക്ഷിക്കുന്ന ഫലമൂലാദികൾ തന്നെ ഭക്ഷിക്കണം. ഇവർ രണ്ടുപേരിങ്ങനെ ജീവിക്കുമ്പോൾ സീതാദേവി മാത്രം മാംസാഹാരം കഴിക്കുമോ? കഴിക്കില്ല. അപ്പോൾ അത് എങ്ങനെയാണത് അങ്ങനെ സംഭവിക്കുക? പിന്നെ അത് മാത്രമല്ല, അവർക്ക് വിശപ്പും ദാഹവും വരാതിരിക്കാനുള്ള മന്ത്രം നേരത്തെ തന്നെ വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ബലയും അതിബലയും. ആ മന്ത്രം ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് വിശപ്പും ദാഹവും ജീവിതത്തിലൊരു പ്രശ്നമേ അല്ല. ആ മന്ത്രം സ്വാഭാവികമായിട്ടും തൻ്റെ പത്നിയായ സീതാദേവിക്കും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും.
അപ്പോഴെങ്ങനെ ശ്രീരാമൻ ഒരു മൃഗത്തെ കൊന്ന് ഈ മാംസാഹാരം കഴിക്കുക? ഇവിടെ ഈ പുരാണങ്ങൾ വളരെ മുമ്പ് ഓർമ്മയിലൂടെ നിലനിർത്തി, എത്രയോ കാലം ഓർമ്മയിലൂടെ നിലനിർത്തി, അത് പിന്നീട് ചില കല്ലുകളിലും ചില ഇതിലൊക്കെ അങ്ങനെ എഴുതി വെച്ച്, മുഴുവനൊന്നും എഴുതാൻ പറ്റില്ല, അവർക്ക് തോന്നിയത് അതിൽ തോന്നുന്നതാണ് എഴുതുക. പിന്നെ അത് ഓലയിൽ എഴുതുകയാണ്, താളിയോലയിൽ. അങ്ങനെ ആ താളിയോലയിലാണ് ആദ്യം തന്നെ ഈ പുരാണം രേഖപ്പെടുത്തുന്നത്. അതുവരെ സ്വന്തം മസ്തിഷ്കത്തിൽ തന്നെയാണ് രാമായണമായാലും ഭാഗവതമായാലും ഉണ്ടാവുക. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഈ താളിയോലയിൽ എഴുതിയത് കൊണ്ട് അത് ആ താളിയോല ഗ്രന്ഥം തുറന്ന് വായിച്ച് കഴിയുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും, വ്യത്യാസപ്പെടുത്താൻ പറ്റും. കാരണം അതിൻ്റെ ഒരു ഓല എടുത്ത് മാറ്റിയാൽ മതി. എന്നിട്ട് അതേപോലൊരു ഓല ലഭ്യമായിരിക്കും. അതിൽ എഴുത്താണി കൊണ്ട് സുഖമായിട്ട് എഴുതി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റും. അതിന് സംസ്കൃതത്തിൽ പ്രക്ഷിപ്തം എന്ന് പറയും, ഇംഗ്ലീഷിൽ ഇൻ്റർപൊളേഷൻ എന്നും കൂടി പറയും. അപ്പോൾ സംസ്കൃതം അറിയുന്നവർ അന്നുണ്ടാവും. രാജാക്കന്മാർ മാംസാഹാരികളായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു രീതി തന്നെ ശ്രീരാമനും അവലംബിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ സംസ്കൃത പണ്ഡിതന്മാരെ കൊണ്ട് അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. സാധാരണ ഈ രാമായണ മാസമൊക്കെ ആചരിക്കുമ്പോൾ ആ മാസം മുഴുവനും സസ്യാഹാരമായിരിക്കണം എന്നാണ് നിയമം, പൂർവികനതാണ് നിയമം. പക്ഷേ ചിലവർക്കതില്ലാതെ വയ്യ എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പിന്നെ അച്ചടിയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പഴയ ആരെങ്കിലും മാംസാഹാരം കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഓല മാറ്റിയിട്ട് അതേതെങ്കിലും പണ്ഡിതനെ കൊണ്ട് എഴുതി ചേർത്തായിരിക്കാം ഈ മലയാളത്തിലേക്കത് വരാനുള്ള കാരണം. എഴുത്തച്ഛൻ മലയാളത്തിലാണല്ലോ എഴുതിയത്. 400 കൊല്ലം മുമ്പാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 400 കൊല്ലം മുമ്പ് എഴുതിയതിന് ശേഷം അവിടെ മലയാള ഭാഷ, ഈ മലയാള ഭാഷയിലാണ് ഇത് ചേർത്തിരിക്കുന്നത്, അല്ലാതെ സംസ്കൃതത്തിലല്ല. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ബോധപൂർവം വരുത്തിയതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ആ വാക്കുകൾ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്, യാതൊരു സംശയമില്ല. അതിന് പുതിയ കോപ്പി പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് പ്രിൻ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിനൊരു പ്രസക്തിയില്ല. ഇവിടെ രാമൻ മാംസം കഴിക്കുന്ന ആളാണോ അല്ല, അതല്ലല്ലോ പ്രശ്നം. അദ്ദേഹം മാംസം കഴിക്കാൻ പാടില്ല, കാരണം താപസനായിരിക്കും. അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോ പിന്നീട് കഴിച്ചിട്ടുണ്ടോ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 14 കൊല്ലം ഒരിക്കലും രാമനത് കഴിക്കാൻ പറ്റില്ല, ഫലമൂലാദികൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒന്നിക്കൽ ആ ഭാഗത്ത് കഴിഞ്ഞാൽ വായിക്കാതെ വിടുക, അല്ലെങ്കിൽ അത് അടുത്ത പുസ്തകം വാങ്ങുമ്പോൾ ആ പ്രസാധകന്മാരോട് പ്രത്യേകം പറയുക, ഇത് ഒരിക്കലും വായിക്കാൻ പറ്റാത്തതാണ്, അതിന് പ്രസക്തി ഇല്ലാത്തതാണ്, ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന ആ ഒരു രീതിയിൽ അവരോട് പറഞ്ഞ് അത് മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ആചാര്യനും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അധ്യാത്മരാമായണത്തിൽ, ഒരു 4ഓളം എഡിഷൻ അതിൽ വന്നു. പക്ഷെ അത് ഇതും കൂടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ ഈ കാര്യം അവരോട് പറയാറുണ്ട്. അപ്പോൾ അവരുടെ സമ്മതവും കൂടി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എഡീഷനിൽ എൻ്റെ ഈ ഗ്രന്ഥത്തിലും ആ വരികൾ കാണില്ല എന്നുള്ളതാണ്. അത് പലരും സംശയരൂപത്തിൽ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാനത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. നമസ്തേ.